إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിലുള്ള ജീവിതം ആരംഭിക്കാനിരിക്കുന്നത് ആ ഒരു മരണത്തോടു കൂടിയാണ്. ആ ഒരു മരണാനന്തര ജീവിതത്തിൽ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നാളെ പരലോകത്തിൽ എത്തിച്ചേരുമ്പോ കത്തിയാടുന്ന ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആർക്കാണോ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അവർ മാത്രമാകുന്നു വിജയികളെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഏവർക്കും സുപരിചിതമായ ആ ഒരു വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും
ആ മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും, അത് നന്മയായാലും തിന്മയായാലും, പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരണമണി തൂക്കം നന്മ ചെയ്തുവോ അതവർ കൃത്യമായി കാണും. ആരണമണി തൂക്കം തിന്മ ചെയ്തുവോ ആ തിന്മയുടെ പ്രതിഫലവും കൃത്യമായി നൽകപ്പെടുന്ന ഒരു വേദി. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അന്നേ ദിവസം ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ അവർ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. അന്നേ ദിവസം ആരുടെ തുലാസുകൾ കനം കുറഞ്ഞുപോയോ അവർ ഹാവിയയിലായിരിക്കും. ആ ഹാവിയ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നാറുൻ ഹാവിയ, അത് കത്തിയാളുന്ന, കത്തിച്ചൊലിക്കുന്ന നരകമാണ് എന്ന് ഖുർആൻ. അപ്പോ മനുഷ്യ ചെയ്യുന്ന സകലമാന നന്മകൾക്കും തിന്മകൾക്കും പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി വരാനിരിക്കുന്നു. അവിടെ ഫമൻ സുഅ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അന്നേ ദിവസം ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ആ സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, അവനാകുന്നു യഥാർത്ഥത്തിൽ വിജയിച്ചവനെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ലക്ഷ്യം, മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യമാകേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊക്കെ കൊതിക്കുന്നത് ആ മരണാനന്തര ജീവിതത്തിൽ ആ സ്വർഗത്തിൽ എത്തിപ്പെടാനാണ്. അതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വർഗമാണ്. അതെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ശിർക്കിന്റെ വാഹകരായി മുമ്പോട്ട് പോകുന്ന ആളുകളും അവരും ആഗ്രഹിക്കുന്നത് നാളെ പരലോകത്ത് ആ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള പ്രവർത്തനങ്ങളായിട്ടാണ്. ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ് എന്ന് വിശ്വസിക്കുന്നവരും അവരും ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വർഗമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. ലക്ഷ്യം ഒന്നായതുകൊണ്ടായില്ല, അതിനുള്ള മാർഗവും നന്നാവണം. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പാഠം. ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയും നന്നാകണം. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വം. അഥവാ സ്വർഗമാണ് എല്ലാവരുടെയും ലക്ഷ്യമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ, ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളും അത് സുതാര്യമായിരിക്കണം. അത് അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. എങ്കിലേ ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഇഹലോകത്ത് നന്മ ചെയ്ത ആളുകൾക്ക് മരണത്തിന് ശേഷം കാലാകാലം കഴിയുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച അടങ്ങാത്ത അനുഭൂതിയുടെ കേന്ദ്രമാണ് ആ സ്വർഗം. അതെ, അടിമകൾക്ക് മോഹിക്കാൻ മാത്രമുള്ള ഒരുപാട് സുഖാഡംബരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ എന്തൊക്കെ ലഭിക്കും ഒരാൾക്കും അറിയില്ല. അതിലെ സൗകര്യങ്ങൾ നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ഖുതുബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്റെ അടിമകൾക്ക് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത അത്രയും കാര്യങ്ങളാണ്
സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ ഓതി കേൾപ്പിച്ചു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. എന്നാൽ അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായി കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി അല്ലാഹു രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയില്ല. ഒരാൾക്കും ആ സ്വർഗത്തിലെ സൗകര്യങ്ങൾ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നതിലപ്പുറം എന്തൊക്കെ സൗകര്യങ്ങളാണ് അതിലൊരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. അതേ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീൽ ഇബ്നു സഈദ് സായിദി റളിയല്ലാഹു അൻഹു നിവേദന ഹദീസിൽ കാണാം, സ്വർഗത്തിൽ ചെറുതെങ്കിലും ഒരിടം ലഭിക്കുക എന്നുള്ളത് ഈ ലോകത്തിലെ മറ്റുള്ള എന്തും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ്. മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള ഒരിടമെങ്കിലും ലഭിക്കുക എന്നുള്ളത് ലോകത്തെക്കാളും അതിന്റെ ഉള്ളിലുള്ളതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും ഉത്തമമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള ഒരു സൗകര്യം അതെങ്കിലും നമുക്ക് ലഭിക്കുക, അതാണ് ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഏത് മനസ്സുകളാണ് കൊതിക്കാത്തത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആ സ്വർഗത്തിൽ കടക്കാൻ, ആ സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമോ? ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഒന്നാമതായി വേണ്ടത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള അടിസ്ഥാനപരമായ ഒരു യോഗ്യതയുണ്ട്. ആ യോഗ്യത നേടാത്ത ഒരാൾക്കും ആ സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, ആ സ്വർഗത്തെ കുറിച്ച് ആലോചിക്കുവാനും ചെയ്യേണ്ടതില്ല. അടിസ്ഥാനപരമായ യോഗ്യത നേടാത്ത ഒരാളും ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള അടിസ്ഥാനപരമായ യോഗ്യത, അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസമാണ്, കറകളന്ന തൗഹീദാണ്. നന്മ ചെയ്ത എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും. അതിന് മുസ്ലിം ആകണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല എന്ന് ചില അല്പജ്ഞാനികളും അതുപോലെ പണ്ഡിത വേഷധാരികളും സമൂഹത്തിന്റെ കയ്യടി ആഗ്രഹിക്കുന്ന ചില ആളുകളും പലരും പറയുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും കേട്ടതുമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത തൗഹീദുള്ള ഒരു മുസ്ലിമായി തീരുക എന്നതാണ്. ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച്, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച്, അവനിൽ മാത്രം പരമേൽപ്പിച്ചുകൊണ്ട് തൗഹീദിൽ അധിഷ്ഠിതമായി ആർക്കാണോ ജീവിക്കാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമേ ആ സ്വർഗമുള്ളൂ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബ്നു ഖത്താബ് ഇദ്ഹബ് ഫനാദി ഫിന്നാസ് ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. ഖത്താബിന്റെ മകനെ ഉമറേ, മുഅ്മിനീങ്ങളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക ഇല്ല എന്ന് ജനങ്ങളെ വിളിച്ച് നീ പറയൂ. യാ ഇബ്നു ഖത്താബ്, ഓ ഖത്താബിന്റെ മകനെ, ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, ജനങ്ങളെ നീ വിളിക്കൂ, എന്നിട്ട് അവരോട് പറയൂ, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാതെ സ്വർഗത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല എന്ന് നീ ജനങ്ങളോട് വിളിച്ചു പറയണം. ഫഖറജ്തു ഫനാദൈതു, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖറജ്തു, ഞാൻ പുറപ്പെട്ടു, ഫനാദൈതു, എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അലാ നിങ്ങൾ അറിയണേ, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാതെ, സത്യവിശ്വാസം പരിപൂർണമായി സ്വീകരിച്ചവരല്ലാത്ത ഒരാളും സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 114 നമ്പർ ഹദീസാണ്. അപ്പം വിശ്വാസം പൂർണ്ണമാകാത്തവർക്ക് സ്വർഗമില്ല. ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളായി തീരും വരേക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ
പ്രവേശിക്കുക സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഒന്നാമത്തെ യോഗ്യത തൗഹീദ് ഉണ്ടാവുക എന്നത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ യോഗ്യത ശിർക്ക് ചെയ്യാത്ത ഒരു ജീവിതം. അറിഞ്ഞോ അറിയാതെ അബദ്ധത്തിലോ ചിലപ്പോൾ ഹറാമുകൾ വരാം, പല തെറ്റുകളും തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, ശിർക്ക് ചെയ്യാത്ത ഒരു ജീവിതം അവർക്ക് മാത്രമാണ് റബ്ബിന്റെ സ്വർഗത്തിൽ ഇടമുള്ളൂ. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിച്ചു കളയുന്ന വലിയൊരു അക്രമമാണല്ലോ ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം ലയഹ്ബതുന്ന അമലു, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും ബാത്തിലാക്കി കളയുന്ന, നിഷ്ഫലമാക്കി കളയുന്ന ആ ശിർക്കിനെ നമ്മൾ സൂക്ഷിക്കണം. ആ ശിർക്ക് ചെയ്ത ആളുകൾക്ക് അവർ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നഷ്ടപ്പെടുമെന്നത് മാത്രമല്ല, സ്വർഗം തന്നെ അവർക്ക് ഹറാമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അൻ-നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹു അൻ-നാർ, അവരുടെ സങ്കേതം നരകമാകുന്നു. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ആ ശിർക്ക് ചെയ്യുന്ന അക്രമികളായ ഒരാൾക്കും ഒരാളുടെയും സഹായം ലഭിക്കുകയില്ല. അപ്പോ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള രണ്ടാമത്തെ യോഗ്യത ശിർക്കില്ലാത്തവനായ നിലയിൽ ജീവിച്ചു വരിക എന്നതാണ്. ജീവിതത്തിൽ ശിർക്ക് വന്നാൽ അവനത് വലിയ ശിർക്കാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ തൗബ ചെയ്തു മടങ്ങിയാൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കും. അല്ലാത്തടത്തോട് ശിർക്ക് എന്നുള്ള മഹാപാപം അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കണം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലകിയല്ലാഹു ലാ യുശ്രികു ബിഹി ശൈഅ ദഖലൽ ജന്ന. ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗാവകാശിയാകുന്നു. വമല്ലകിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ, ആരെങ്കിലും ശിർക്ക് വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖലന്നാർ, അവൻ നരകാവകാശിയാകുന്നു, നരകത്തിൽ അവൻ പ്രവേശിച്ചു കഴിഞ്ഞു. വീണ്ടും ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം മറ്റൊരു ഹദീസിൽ കാണാം, ഖാല അത്തൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ മൂജിബത്താൻ, നിർബന്ധമായ രണ്ട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരൂ. മൽ മൂജിബത്താൻ, നിർബന്ധമാക്കപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന, ആരെങ്കിലും അല്ലാഹു ശിർക്ക് വെക്കാത്തവനായ നിലയിൽ റബ്ബിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാകുന്നു. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിലാകുന്നു. അത് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് നിർബന്ധമായ രണ്ട് കാര്യങ്ങൾ ചോദിച്ച ആ മനുഷ്യൻ അള്ളാന്റെ റസൂൽ കൊടുത്ത മറുപടിയാ. അപ്പോ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള രണ്ട് യോഗ്യതകൾ, അടിസ്ഥാനപരമായ രണ്ട് യോഗ്യതയുണ്ട്. അതിലൊന്ന് തൗഹീദുള്ളവനാവുക, രണ്ടാമത്തെ യോഗ്യത പരിപൂർണമായി ശിർക്കിൽ നിന്ന് മാറി നിൽക്കുക. മൂന്നാമത്തെ യോഗ്യത ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ആർക്കാണോ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ സാധിക്കുന്നത് അവനുള്ളതാകുന്നു സ്വർഗം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആരുടെയെങ്കിലും മരണം ആസന്നമായി കഴിഞ്ഞാൽ
ആ മരണാസന്നനായി കിടക്കുന്ന ആളുടെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ലഖ്നൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലഖ്നൂ നിങ്ങൾ ചൊല്ലിക്കൊടുക്കണേ മൗതാക്കും മരണാസന്ന ആളുകൾക്ക് മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ മരണം ആസന്നമായ ആളുകൾക്ക് മുമ്പിൽ നിന്ന് നമ്മൾ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിലായി. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ആർക്കാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണാസന്നമായ അല്ലെങ്കിൽ മരണത്തിന്റെ സന്ദർഭത്തിൽ ചൊല്ലാൻ സാധിക്കുന്നത്? നമ്മൾ വിചാരിക്കും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതറിയാത്ത ആരുണ്ട്? ചൊല്ലിപ്പെടുത്താനും കൊടുത്തില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാത്ത ഏത് മുസ്ലിമുണ്ട്? ഏതൊരു മുസ്ലിമിനാണ് അത് അറിയാത്തത്? ആർക്കാണ് ആ സമയത്ത് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? നമ്മൾ ആലോചിക്കും. ഇല്ല പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ആ മരണത്തിന്റെ സന്ദർഭത്തിൽ ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചപ്പോ ആ മരണം വരെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുസരിച്ചുള്ള ജീവിതം ഉണ്ടാകണം. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസി മരണം വരെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് എല്ലാ ശിർക്കിൽ നിന്നും മാറി നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസൃതമായ ജീവിതം നയിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമേ ആ മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. അത് ചൊല്ലി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ അത് ഏറ്റു ചൊല്ലണമെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദയ്ക്കനുസരിച്ചുകൊണ്ട് ജീവിച്ചവനായിരിക്കണം. അല്ലാത്ത ഒരാൾക്കും ആ സമയത്ത് എത്ര ചൊല്ലിക്കൊടുത്താലും ശരി അത് തന്റെ നാവിലേക്ക് ഉച്ചരിക്കാൻ വന്നുകൊള്ളണമെന്നില്ല. ഫിറൗൻ എന്താ പറഞ്ഞത്? ആ ചെങ്കടൽ മുങ്ങിച്ചാകുന്ന സന്ദർഭത്തിൽ അവൻ പറഞ്ഞു, മൂസയുടെ അല്ലാഹു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ സമയത്ത് പറഞ്ഞു തൊണ്ടക്കുടി റൂഹെത്തുമ്പോ ആ സമയത്ത് പറഞ്ഞത് കൊണ്ടായ ഒരു കാര്യമില്ല. മറിച്ച് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിച്ചിരിക്കുന്ന ഒരു വക്താവായിരിക്കണം. എങ്കിലേ മരിക്കുമ്പോഴും അവന് പറയാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം ഇസ്തിഖാമത്തുണ്ടാവുക എന്നുള്ളതാണ്. വിശ്വാസമുണ്ട്, ഈമാനുണ്ട്. ആ ഈമാൻ ജീവിതത്തിൽ നിലനിർത്തുക, സത്യവിശ്വാസത്തിൽ ദൃഢതയോടുകൂടി ജീവിക്കുക എന്നതാണ് സ്വർഗപ്രവേശനത്തിന് അർഹമായി തീരുന്ന നാലാമത്തെ കാര്യം. വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ ആ സന്ദർഭത്തിലും മലക്കുകൾ സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അവനെ അറിയിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ ലഹു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ദഊൻ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഇന്നല്ലദീന ഖാലൂ അവര് പറഞ്ഞു റബ്ബുനല്ലാഹ് ഞങ്ങളുടെ റബ്ബാകുന്നു അല്ലാഹു സുമ്മസ്തഖാമു എന്നിട്ട് നേരെ ചൊവ്വ നിലകൊള്ളുകയും ചെയ്യുക. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് അതനുസരിച്ചുള്ള ജീവിതം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ അടുക്കൽ മലക്കുകൾ വന്നുകൊണ്ട് പറയും തതനസ്സലു അലൈഹിമുൽ മലായികത്തു അവരിലേക്ക് ആ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു അല്ലാ തഖാഫൂ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല വലാ തഹ്സനൂ നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ആ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ആ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂഹിനേതാ മലക്കുകൾ ആത്മാവിനെ സ്വാഗതം ചെയ്യുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റാദിയതം മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹേ സമാധാനമടഞ്ഞ
ആത്മാവേ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അവന്റെ അനുഗ്രഹത്തിലേക്ക്, അവന്റെ അലംഘനീയമായ സ്വർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടൂ എന്ന മലക്കുകളുടെ സന്തോഷത്തോടു കൂടിയുള്ള ആശീർവാദത്തോടു കൂടി ഈ ലോകത്തിൽ നിന്ന് വിട പറയണമെങ്കിൽ ഇസ്തിഖാമത്തുണ്ടാകണം. വിശ്വാസം മാത്രം പോരാ, അവസാന നിമിഷം വരെ അതിൽ ഉറച്ചു നിൽക്കാനും സാധിക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരോട് മലക്കുകൾ പറയും, ഫലാ ഖൗഫുൻ അലൈഹിം, നിങ്ങളുടെ മേൽ ഒരു ഭയപ്പാടുമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഖാലിദീന ഫീഹാ, എന്ന ശാശ്വതമായ സ്വർഗ്ഗത്തിന്റെ ആളുകളാകുന്നു നിങ്ങൾ. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, കാരണം നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരാകുന്നു നിങ്ങൾ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, നിങ്ങൾ അല്ലാഹുവാണ് റബ്ബി എന്ന് വിശ്വസിക്കുകയും എന്നിട്ട് നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്ത ആളുകളാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് മരണത്തിന്റെ സന്ദർഭത്തിൽ മലക്കുകളുടെ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ രൂപത്തിൽ ലോകത്തിന് വിട പറയുമ്പോൾ മലക്കുകളുടെ ആശീർവാദത്തോടുകൂടി ലോകത്തിൽ നിന്ന് മരിക്കാനും അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാനും സാധിക്കുന്ന അവന്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്നപോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ശരിയായ വിശ്വാസം മാത്രം മതിയെങ്കിലും ആ നരകശിക്ഷ ഇല്ലാതെ തന്നെ നേരിട്ട് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശ്വാസത്തോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ കൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം മാത്രം ശരിയായാൽ പോരാ. ആ വിശ്വാസം കൊണ്ട് അവസാന നിമിഷത്തിലെങ്കിലും അവൻ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുമെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ അവന് ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്. വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ കൂടി ചെയ്ത ആളുകൾക്കാണ് നേർക്ക് നേരെ നരകത്തെ കാണാതെ, നരകത്തിലേക്ക് എത്തിപ്പെടാതെ തന്നെ നേർക്ക് നേരെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നത് എന്നാണ് ഖുർആൻ ഹദീസ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ എവിടെ ഇന്നല്ലദീന ആമനു എവിടെ പറഞ്ഞു അവിടെ കാണാം വഅമിലു സ്വാലിഹാത്ത്. നിങ്ങൾ വിശ്വസിക്കണം, വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ ഉലൈക അസ്ഹാബുൽ ജന്ന, അക്കൂട്ടരാകുന്ന സ്വർഗത്തിന്റെ അവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ എന്നും അതിൽ ശാശ്വതവാസികളായിരിക്കും. അപ്പൊ ഖുർആനിൽ ഒരുപാട് ഭാഗത്ത് ഈ ആയത്ത് ആവർത്തിക്കും നമുക്ക് കാണാം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ കാനത് ലഹും അവർക്കുണ്ട് ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അതെ, ആ ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്ക് സൽക്കാരം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരായത്തിൽ കാണാം, വിശ്വാസിയായ ആണാകട്ടെ പെണ്ണാകട്ടെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നകീറാ. അതെ, വിശ്വസിക്കുകയും അതുപോലെ വമൻ യഅമൽ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ,
വിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ അവൻ കർമ്മങ്ങൾ ചെയ്താൽ ആ രണ്ടു കൂട്ടരെയും, ആണായാലും പെണ്ണായാലും രണ്ടു കൂട്ടരെയും അല്ലാഹു യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വലാ യുളമൂന നകീറ, അവരോട് ഒരു തരിമ്പും അല്ലാഹു അനീതി കാണിക്കുകയില്ല, അനീതി അല്ലാഹു പ്രവർത്തിക്കുകയില്ല. അപ്പോ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ കൂടി ചെയ്തവർക്കുള്ളതാകുന്നു സ്വർഗം. അതുപോലെ അള്ളാഹുവിന് ആറാമത്തെ കാര്യം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലൂടെ ഈ സംഗതി പഠിപ്പിക്കുന്നുണ്ട്. ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. ആര് റബ്ബിനെ ഭയപ്പെടുന്നോ അവർക്കുള്ളതാണ് സ്വർഗം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നതായ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു അടിക്കടി ഉണർത്തുന്നുണ്ട്. ജസാഉഹും മിൻ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറദു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. ജസാഉഹും മിൻ റബ്ബിഹിം, അവർക്ക് റബ്ബിന്റെ അടുക്കലുള്ള പ്രതിഫലം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ ആ സ്വർഗത്തോപ്പാകുന്നു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഖാലിദീന ഫീഹാ അബദാ, അവരെന്നെന്നും അതിൽ ശാശ്വതവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവരും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്. അവർക്കുള്ളതാകുന്ന ആ സ്വർഗം ദാലിക, അതാരാണെന്നറിയുമോ? ദാലിക ലിമൻ ഖശിയ റബ്ബ, തന്റെ റബ്ബിനെ ഭയപ്പെട്ടവൻ. ഉണ്ടോ? തന്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവനാരോ അവനുള്ളതാകുന്നു സ്വർഗം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളും ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തർ ശ്രമിക്കുക. ആ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. വിശ്വാസപരമായും അതുപോലെ കർമ്മപരമായും നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابك كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم.